ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അമിത വിനീഷ്. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് കരിക്കോട്ടക്കരി എന്ന സ്ഥലത്താണ്. ഞാനും ഭർത്താവും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് അവനെ 6 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് പോകുന്ന ട്യൂബിൽ ഒരു ബ്ലോക്ക് കണ്ടിരുന്നു. ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, സർജറി മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രസവത്തിന് ശേഷം അത് കൂടുതലാണെങ്കിൽ അപ്പോൾ തന്നെ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. മിക്കവാറും കേസുകളിലെല്ലാം അത് നോർമൽ ആവാറുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നോർമലായില്ല. പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. എല്ലാ മാസവും കൃത്യമായ ചെക്കപ്പും സ്കാനിങ്ങും ചെയ്തു. കഴിഞ്ഞ മാസം സ്കാനിങ്ങിൽ കുഞ്ഞിനത് വളരെ വലത് കിഡ്നിയിലെ ബ്ലോക്ക് വളരെ കൂടുതലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല അവന് മൂത്രം ഒഴിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ട്. മൂത്രം നല്ല രീതിയിൽ പോകുന്നില്ല. അത് അവിടെ മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ട്. രാത്രിയിലാണെങ്കിലും നല്ല കരച്ചിലും ബഹളമൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള എമൗണ്ട് ഇല്ല. അതിന് മുമ്പായിട്ട് തന്നെ ഒരു റീനോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതാണ് ഇവിടെ കണ്ണൂർ എവിടെയില്ല, കോഴിക്കോട് ജില്ലയിലാണുള്ളത്. അവിടെ മിംസിലും ബേബി മെമ്മോറിയലും മാത്രമേ ഉള്ളൂ. അവിടം വരെയുള്ള യാത്രാ ചെലവ്, അതുപോലെ ടെസ്റ്റിൻ്റെ പൈസ എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് ആവും. അപ്പം അതൊരു ഞങ്ങളെ കൊണ്ട് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹസ്ബൻഡിന് കൂലിപ്പണിയാണ്. അപ്പം ഞങ്ങളങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സജി പാസ്റ്ററെ കുറിച്ച് കേൾക്കാനിടയായത്. പാസ്റ്റർ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പാസ്റ്റർക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, കൊറോണ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ സംബന്ധിച്ച് വളരെ റിസ്ക്കാണ്. അപ്പോൾ പാസ്റ്ററുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും കഴിയുന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ പ്രാർത്ഥനയും ഞങ്ങൾ ചോദിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ പെട്ടെന്നൊരു സർജറി ചെയ്യുമ്പോൾ, ഇത്രയും ചെറിയ കുഞ്ഞ് 5 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സർജറി ചെയ്യുമ്പോൾ മറ്റ് അസുഖങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇപ്പോൾ ഈ അമിതയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്, അമിത കേസിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് അമിത ഒരു പോസ്റ്റ് പെട്ടല്ലോ. ഞാൻ ഇന്നലെ തിങ്കളാഴ്ച ദിവസം ഇവിടുന്ന് യാത്ര ചെയ്ത് ഇരിട്ടിക്ക് പോകുവാനിരിക്കുകയായിരുന്നു. എന്നാൽ ഈ യാത്രയിൽ രാത്രി യാത്രാ നിരോധനം ഇപ്പോൾ 9 മണിക്ക് ശേഷം ഉള്ളതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഏകദേശം 300-ൽ പരം കിലോമീറ്ററോളം ദൂരം അവിടേക്കുള്ളതുകൊണ്ട് എനിക്ക് പോയി നാളെ രാത്രി തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങളാണ്. സാധാരണ നിലയിലൊക്കെ ഒന്ന് ഈ രാത്രി തിരിച്ച് യാത്ര ചെയ്യുകയോ ഹോട്ടലുകളിൽ മുറിയെടുത്ത് താമസിക്കുകയോ പെട്രോൾ പമ്പിലൊക്കെ ഉറങ്ങുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ രാത്രി യാത്ര ഉള്ളതുകൊണ്ട് പെട്രോൾ പമ്പുകളെല്ലാം അടവായിരിക്കും. രാത്രി യാത്രാ നിരോധനം ഉള്ളതുകൊണ്ട് അപ്പോൾ തന്നെ ഹോട്ടലുകളിൽ ഇപ്പോൾ ചെന്ന് താമസിക്കുവാൻ അത്ര സേഫ്റ്റി അല്ല. കാരണം തലേ ദിവസം അവിടെ ആരാണ് അല്പം മുമ്പ് പോയി താമസിച്ചതെന്നുള്ളത് നമുക്കറിയാത്ത ചില പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് താമസിക്കുന്നത് അത്ര സേഫ്റ്റി അല്ല. അതുകൊണ്ട് യാത്ര ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നാൽ രാത്രിയിൽ 5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് രാത്രിയിൽ ഉറക്കമില്ലാതെ കുഞ്ഞ് കിടന്ന് കരയുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു വിഷമം ഉള്ളിൽ തട്ടി. ആ കുഞ്ഞിന് ആരോടും പറയാൻ പറ്റില്ലല്ലോ അവന് സുഖമില്ലെന്നുള്ള വിവരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമിതയോട് പറഞ്ഞു, അമിത ഞാനൊരു വീഡിയോ എടുത്ത് അയക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അമിത എടുത്ത വീഡിയോ ആണിത്. അമിത പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം നമുക്ക് ഇങ്ങനെ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ആൾക്കാർ അയച്ചു തരുമ്പോൾ ആരോഗ്യരംഗത്തുള്ളവരുമായിട്ടൊക്കെ ഞാൻ ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോസ്റ്റിനിടാറുള്ളത്. അമിത ഇന്നലെ അയച്ചു തന്നപ്പോൾ ഞാൻ നേരിട്ട് പോയി കാണാത്ത കേസായതുകൊണ്ടും, പിന്നെ മാത്രമല്ല അമിതയുടെ പാസ്റ്റർ എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം എടുത്തതുകൊണ്ടും ഞാൻ നേരിട്ട് പോയി കാണുന്നില്ല.
എങ്കിലും ഞാൻ ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ എൻ്റെ ഒരു സ്നേഹിതനായിരിക്കുന്ന ഒരു സ്നേഹിതൻ ഡോക്ടറിന്, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുക്കുകയും അദ്ദേഹം അമിത പറഞ്ഞ കാര്യം തന്നെയാണ് എന്നോട് സംസാരിച്ചത്. കാരണം ഓപ്പറേഷൻ്റെ കാര്യങ്ങളിൽ ചിലപ്പോൾ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരുമെന്നുള്ള കാര്യമാണ്. എന്തായാലും ശരി, ആ കൊച്ചിനൊരു ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിയിൽ പോയി ഒരു കോഴിക്കോട് മാത്രമേ അവിടെയുള്ളൂ, അവിടെ ആ ഭാഗങ്ങളിലുള്ളത്, കണ്ണൂർ ഭാഗങ്ങളിലൊന്നുമില്ല. അവിടെ പോയി ഒരു പിന്നെ ടെസ്റ്റുണ്ട്, അതിനൊക്കെ നല്ല പൈസയാവും. കോഴിക്കോട് വരെ പോകണമെങ്കിൽ നല്ലൊരു പൈസയാവും. കുഞ്ഞിനെ കൊണ്ട് വണ്ടിയൊക്കെ വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അവർക്ക് അതിന് പോലും പൈസ ഇല്ലാതെ അവർ വളരെ ഞെരുങ്ങയാണ്, സാമ്പത്തികമായി വളരെ ഞെരുങ്ങയാണ്. അവരെ സഹായിക്കാനും മറ്റാരുമില്ല. അദ്ദേഹത്തിനൊരു കൂലിപ്പണിയാണ്. അമിതയുടെ ഭർത്താവിന് ജോലി കൂലിപ്പണിയാണ്. അപ്പം അദ്ദേഹത്തിനും വിനീത് അദ്ദേഹത്തിനും പോയി പിന്നെ അത് പണിയില്ലായ്മയുടെ പ്രശ്നങ്ങളും സാമ്പത്തികമായ ബാധ്യതകളുമായതുകൊണ്ട് അതിനും കഴിയാത്ത സാഹചര്യമാണ്. ദൈവമക്കൾ തീർച്ചയായിട്ടും ഇവരെ സഹായിക്കണം. ഞാൻ എൻ്റെ മെഡിക്കൽ കോളേജിലുള്ള മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹിതൻ ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചു, അക്കാര്യത്തിൽ ഉറപ്പ് വരുത്തി. അപ്പോൾ അത്യാവശ്യമായിട്ട് ഇത് അത്യാവശ്യം ടെസ്റ്റ് ചെയ്യുകയും കുഞ്ഞിന് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ തന്നെ വേണ്ടിവരും. ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്. കാരണം മൂത്രസഞ്ചിയിൽ നിന്ന് കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്കുള്ള ഇത് ഗർഭാവസ്ഥയിൽ തന്നെ ആ ബ്ലോക്ക് കണ്ടെത്തിയിരുന്നു. എന്നാൽ അത് ചിലപ്പോൾ പ്രസവത്തോടുകൂടി മാറിപ്പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ അത് മാറിയിട്ടില്ല. ഇപ്പോൾ അത് കാരണം മൂത്രം കുഞ്ഞിന് ചില സമയങ്ങളിൽ പോകാറില്ല. മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ അങ്ങനെ സാഹചര്യമുണ്ട്. അപ്പോൾ അത് കുഞ്ഞിന് വലിയൊരു അപകടകരമായ ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് പിന്നെ നേരത്തെ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിന് വലത് സൈഡിലെ കിഡ്നിയുടെ ട്യൂബിലാണ് വളരെ അധികം വലിപ്പം കൂടിയതായിട്ടുള്ള മുഴ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അത് ഇപ്പം അതിൻ്റെ മറ്റൊരു ടെസ്റ്റോട് ചെയ്യുമ്പോഴാണ് കിഡ്നിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കിഡ്നി ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനും ഈ ചികിത്സയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞിന് ഓപ്പറേഷനും ഒക്കെ നല്ലൊരു എമൗണ്ട് അവർക്ക് ചിലവാകും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കുഞ്ഞ് രാത്രിയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ, മാത്രമല്ല നല്ലൊരു വീടോ കാര്യങ്ങളോ ഒന്നുമല്ല അവരുടേത്. രാത്രി കിടന്ന് മാത്രമല്ല, ഇതൊരു മലയുടെ മുകളിലാണ് അവർ താമസിക്കുന്നത്. രാത്രി കുഞ്ഞ് കിടന്ന് കരയുമ്പോൾ അവർ വളരെ വേദനിക്കുന്നു. പെട്ടെന്നൊന്നും ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കൂടുതലായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കിഡ്നിയെ തന്നെ ഇനി തുടർന്ന് ബാധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. അവരുടെ അക്കൗണ്ടൊക്കെ ഉള്ളത് അമിത കേസിയുടെ പേരിലാണ്. SBIയിലാണ് അക്കൗണ്ട് ഉള്ളത്. ഇരിട്ടി ബ്രാഞ്ചിലാണ്. 33 92 29 60 174 അതാണ് അക്കൗണ്ട് നമ്പർ. ഇരിട്ടി ബ്രാഞ്ചിലാണ് അവരുടെ അക്കൗണ്ടും കാര്യങ്ങളും ഉള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയേണ്ടതിനായി 97 459 200 74 എന്നീ നമ്പറിലോ 93 888 99 8 93 എന്നീ നമ്പറിലോ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മകളും ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കും. അതൊരു മിണ്ടാപ്രാണിയെന്ന് നമുക്ക് പറയാം. അതിൻ്റെ വേദനയൊന്നും മറ്റാരോടും പറയാൻ അതിന് കഴിയില്ല. അതിൻ്റെ അപ്പനോടോ അമ്മയോടോ നമ്മളോടോ പോലും അതിൻ്റെ വേദനകളൊന്നും പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. 2 മക്കളാണ് ഇവർക്കുള്ളത്. അപ്പോൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലോ ബേബി ഹോസ്പിറ്റലിലോ മാത്രമേ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതിനുപോലും പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് അവരുടെ കാര്യങ്ങൾ. അതുകൊണ്ട് ദയവായിട്ട് ഈ കാര്യങ്ങൾ അവർ സഹായിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ദൈവം അവരുടെ ഈ കാര്യത്തിൽ സഹായിക്കണമെന്ന്, അവരെ സഹായിക്കണമെന്ന്, കുഞ്ഞിനെ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.